ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ 34-ാം സങ്കീർത്തനം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ വെറുക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടെടുക്കുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു എന്നുള്ള വേദവാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, ദൈവമേ, അറിഞ്ഞുമറിയാതെയും ഒക്കെ ചെയ്തു പോകുന്ന ദുഷ്പ്രവൃത്തികൾ നീ ക്ഷമിക്കണം. ഞങ്ങളുടെ ഓർമ്മ ലോകത്തിൽ നിന്ന് പോകാതെ വണ്ണം ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചു എന്ന് മറ്റുള്ളവരും സാക്ഷിക്കത്തക്കവണ്ണമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കണം. ദുഷ്പ്രവർത്തിക്കാരുടെ കൂട്ടത്തിൽ അകപ്പെടുവാനും ഓർമ്മയില്ലാതെ പോകുവാനും ഇടയാകരുതേ എന്നുമുള്ള ഒരു വലിയ പ്രാർത്ഥന ആമുഖമായി സമർപ്പിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്മാരുടെ ജീവിതാനുഭവങ്ങളെ പല രീതിയിൽ പല സങ്കീർത്തനങ്ങളിലായി സങ്കീർത്തനക്കാരൻ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത്, നീതിമാന്മാർ നിലവിളിച്ചു, അവരെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഹൃദയം നുറുങ്ങിപ്പോയവരെയും മനസ്സ് തകർന്നവരെയും അവൻ രക്ഷിക്കുന്നു, അവൻ സമീപസ്ഥനാകുന്നു. നീതിമാന്മാരുടെ നിലവിളിയും ദുഷ്ടന്റെ നിലവിളിയുമുണ്ട്. നിലവിളിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. നീതികെട്ടവൻ തൻ്റെ നീതികേടിൻ്റെ പ്രവൃത്തി കൊണ്ടുള്ള നിലവിളി നടത്തും. തെറ്റ് ചെയ്ത് തെറ്റിൻ്റേതായ തലത്തിലുള്ള ഒരു നിലവിളിയുണ്ട്. നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ നീതി ചെയ്തിട്ടും അതിൻ്റെ നൊമ്പരങ്ങൾക്കപ്പുറമായി ദൈവത്തെ വിളിക്കുന്ന ഒരു അനുഭവമുണ്ട്. നീതിമാന്റെ നിലവിളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേൾക്കുവാനുള്ള ഒരു നിലവിളിയാണ്. വഴിയോരത്ത് നിന്നുകൊണ്ടുള്ള വൃദ്ധമായ കണ്ണുനീരല്ല, അലറി വിളിക്കലല്ല, മറിച്ച് ഉത്തരം കിട്ടുമെന്നുള്ള ഒരു വലിയ നിലവിളിയാണ് നീതിമാന്റെ നിലവിളി. ഏലിയ പ്രവാചകൻ ബാലിൻ്റെ ദാസന്മാരെ, പുരോഹിതന്മാരെ തോൽപ്പിച്ചത് കർമ്മേൽ മലയിൽ വലിയ ബലി അർപ്പിച്ചുകൊണ്ടാണ്. ബാലിന് ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം വലിയ ബലിവേദി കെട്ടി അവൻ്റെ പുരോഹിതന്മാർ രാവിലെ തൊട്ട് വൈകുന്നവരെ കരഞ്ഞിട്ടും ആരും ഇറങ്ങി വന്നില്ല. എന്നാൽ ഏലിയാവ് ചെയ്തത്, ഇടിഞ്ഞു കിടന്ന ബലിവേദി നന്നാക്കി കല്ലുകൾ കൊണ്ടുള്ള സാധാരണമായ ഒരു ബലിവേദി ഒരുക്കുന്നു. എന്നിട്ട് അവൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ, കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ, കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. ദൈവമേ, നീ ഉത്തരമരുളണം. ദൈവം ഇറങ്ങി വന്നു. നീതിമാന്റെ പ്രാർത്ഥനയാണോ നീതി കെട്ടവൻ്റെ പ്രാർത്ഥനയാണോ എന്ന് നമ്മൾ ഒരു നിമിഷം ഒന്ന് വിലയിരുത്തണം. നീതിമാന്റെ പ്രാർത്ഥനയാണ് നമ്മിൽ നിന്ന് ഉയരുന്നതെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മറക്കും. ഒരു നീതിമാൻ പ്രാർത്ഥിക്കുന്നത് അവന് വേണ്ടി മാത്രമല്ല, അവൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും മാറ്റിവെച്ച് മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിക്കും. നീതി കെട്ടവനാണെങ്കിൽ മറ്റുള്ളവരാരും അവൻ്റെ ഓർമ്മയിലില്ല. അവൻ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമേ നിലവിളിക്കത്തുള്ളൂ. സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവത്തെ വിനിയോഗിക്കുവാൻ അവൻ പ്രേരണയോടുകൂടി മുന്നോട്ട് പോകും. ദുഷ്ടന്റെ നിലവിളിയിൽ എപ്പോഴും മറ്റുള്ളവൻ്റെ നാശമുണ്ട്. അവൻ മുടിഞ്ഞു പോകണം, അവൻ നശിച്ചു പോകണം, ഞാൻ ഉയരാവൂ, ഞാൻ തെറ്റ് ചെയ്യുന്നത് പോലും ശരിയാണെന്ന് ദൈവം വരുത്തി തീർക്കണം. അത് ദുഷ്ടന്റെ നിലവിളിയുടെയും യാചനയുടെയും പ്രത്യേകതയാണ്. നീതിമാന്റെ നിലവിളിയിൽ
നീതിമാൻ നീതിമാനാണെങ്കിലും അയ്യോ ഞാൻ അരുഷ്ട മനുഷ്യനാണ്, എനിക്ക് ഒരുപാട് കുറവുകളുണ്ടെന്നുള്ള ആ സ്വരം ഉയർന്നു നിൽക്കും. ദൈവമേ നീതിമാനുള്ളൂ എന്ന് അവൻ എപ്പോഴും സാക്ഷിക്കും, അവൻ എപ്പോഴും പ്രാർത്ഥിക്കും. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അന്തമില്ല. എന്ന് വെച്ചാൽ ഒരു ടൈം ഓറിയൻറ്റഡ് പ്രെയർ അല്ല നീതിമാൻ്റെ പ്രാർത്ഥന. ദുഷ്ടൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവന് അതിനെല്ലാം ഒരു സമയമുണ്ട്. എല്ലാം പെട്ടെന്ന് തീർക്കണം, വളരെ പെട്ടെന്ന് തീർക്കണം. എന്നാൽ പ്രാർത്ഥിക്കുന്നു എന്നറിയണം, ഞാൻ നീതിമാനാണെന്ന് നടിക്കണം. ദുഷ്ടൻ്റെ പ്രത്യേകതയാണ് അത്. നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ നീതി ചെയ്യുമെങ്കിലും അവൻ മഹാപാപിയാണെന്ന് അവന് തോന്നും. ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുഷ്ടത പ്രവർത്തിക്കുന്നുവെങ്കിലും അവൻ മഹാനീതിമാനാണെന്ന് തോന്നും. അതാത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് ഇവിടെ വായിക്കുന്നത്, യഹോവയുടെ ദൃഷ്ടി നീതിമാന്മാരുടെ നിലവിളിയോടൊപ്പമുണ്ട്, അതുകൊണ്ട് ആ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു എന്ന് പറയുന്നത്. നീതിമാൻ പ്രാർത്ഥിക്കുമ്പോൾ കഷ്ടങ്ങളിൽ നിന്ന് അവൻ വിടുവിക്കപ്പെടുകയാണ്. പരീക്ഷകളിൽ കടക്കാതെ പരീക്ഷകൾ വിജയം പ്രാപിക്കുകയാണ്. ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര പ്രാർത്ഥിച്ചാലും പിന്നെയും പോയി അവൻ്റെ പ്രാർത്ഥനകളും അവൻ്റെ യാചനകളും അവൻ്റെ അർത്ഥനകളും അവനെ കുടുക്കിൽ കൊണ്ടിടുകയാണ്. പ്രാർത്ഥിച്ചും ദൈവത്തെ വിളിച്ചും പ്രകടിപ്പിച്ചും കുടുക്കിലകപ്പെടുന്ന അനുഭവമാണോ, അല്ല കുടുക്കിനെ പൊട്ടിക്കുന്ന അനുഭവമാണോ എന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ചിലപ്പോൾ ചിലർ പറയത്തില്ലയോ, ചില പ്രത്യേകമായ കെട്ടിനകത്തിലാണ് കിടക്കുന്നത്, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഒരു രക്ഷയുമില്ല, ഈ കാലം കഴിയാതെ രക്ഷപ്പെടത്തില്ല. നമ്മൾ പറയും ഇതൊക്കെ ശനിദശയാന്ന് ചിലപ്പോൾ പറയും. പണ്ട് കേട്ടിട്ടുള്ളൊരു തമാശ, ഒരു മനുഷ്യനെ ഒരു ജ്യോത്സ്യൻ്റെ അടുക്ക് ചെന്ന് ചോദിച്ചു, ജ്യോത്സ്യനെ എനിക്ക് നല്ല കാലം എന്ന് വരും? അപ്പോൾ പറഞ്ഞൊരു 30 വയസ്സ് വരെ നിനക്ക് ശനിദശയാണ്, അല്ലെങ്കിൽ 35 വയസ്സ് വരെ ശനിദശയാണ്. അപ്പോൾ ഉടനെ അവൻ ചോദിച്ചു, ആട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഈ ശനിദശ മാറുമോ? അത് പിന്നെ ശീലമായിക്കൊള്ളും. അതായത് മാറുക എന്നുള്ളതല്ല, ശീലമായിക്കൊള്ളും. അപ്പം ആദ്യത്തെ കുറച്ച് കാലമാണ് ശീലമാകാൻ ബുദ്ധിമുട്ട്. യഥാർത്ഥത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്നിത് മാറണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാലം കഴിഞ്ഞിട്ടും മാറുന്നില്ല, പിന്നെ ബാധ്യതകളൊക്കെ കൂടുന്നുണ്ട്. ഇപ്പോൾ പലതും നമുക്കൊരു ശീലമായിട്ട് മാറിയേക്കുക. നമുക്ക് തന്നെ ഒരു പരാതിയില്ല. ചില കാര്യം നമ്മൾ തന്നെ ചിന്തിച്ചോ, നമ്മളങ്ങ് ഒത്തിരി നിലവിളിച്ചിട്ടുണ്ട്, ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം തമ്പുരാൻ ചില കാര്യങ്ങളുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സർവേശ്വരൻ പറയും, മോനെ ഞാനത് മാറ്റിത്തരാം, ആ ബാധ്യത മാറ്റിത്തരാം. മറ്റു ചില സമയത്ത് അങ്ങനെയല്ല. മറ്റു ചില സമയത്ത് പറയുന്നത് നീ അതിലൂടെ വളരണം, അതിലൂടെ അങ്ങ് ആകണം. ഈ ഡയബറ്റിക് പോലെയുള്ള അസുഖങ്ങളുടെ പ്രത്യേകതയാണ് അതിനോടൊപ്പം ജീവിക്കുക എന്നാണല്ലോ പറയുന്നത്. നീ അതിനോടൊപ്പം ജീവിക്കുക, അതിനോടൊപ്പം വളരെ. അത് പൂർണ്ണമായിട്ട് മാറുക എന്നുള്ളതല്ല, അതിനോടൊപ്പം കഴിയുന്നിടത്തോളം ജീവിക്കുക. മരുന്നൊക്കെ എടുത്ത് ഡയറ്റൊക്കെ പാലിച്ച് എക്സസൈസൊക്കെ ചെയ്ത് അതിനോടൊപ്പം ജീവിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓർത്തോണം, നീതിമാൻ നിലവിളിച്ചു യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. കഷ്ടങ്ങളെല്ലാം മല പോലെ എടുത്ത് കളഞ്ഞെന്നല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത വാക്യത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, 16-ാം വാക്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. നീതിമാൻ ഒത്തിരി അനർത്ഥങ്ങളുണ്ട്. ചിലതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം അനർത്ഥമായിട്ട് തോന്നുന്നില്ല. അവനങ്ങ് മുൻപോട്ട് പോകുക. നമ്മൾ ചില സമയത്തൊക്കെ ചിന്തിക്കത്തില്ല, കേട്ടാ എങ്ങനെയാണ് ഞാനിതിനെ അതിജീവിക്കുന്നത്? നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ചില കുന്നുകളൊക്കെ ഭൗതികമായിട്ട് നമ്മൾ കയറി, കുന്നിൻ്റെ മുകളിലെത്തി താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് അയ്യോ ഞാൻ എങ്ങനെ ഇത് കയറിപ്പറ്റി. ചിലരൊക്കെ കുടിച്ചു കൂത്താടി ബോധമില്ലാതെ ചില പാറപ്പുറത്തുമൊക്കെ കയറിയിരിക്കാറുണ്ട്. പിന്നെ ഇറങ്ങി വരാനാണ് ബുദ്ധിമുട്ട്. പിന്നെ അവസാനം പോലീസും പട്ടാളവും ഒക്കെ വരേണ്ട ഗതികേടാണ്. അങ്ങനെ മനുഷ്യനെ ബാധ്യതയിലാക്കുന്ന കുറേ എണ്ണമുണ്ട്. ഇവിടെ അതൊന്നുമല്ല. അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ ചുറ്റും. നമ്മൾ നീതിമാന്മാരും നല്ലവരുമായതുകൊണ്ട് വളരെ സേഫാണെന്ന് ചിന്തിക്കേണ്ട. പക്ഷേ ആ അനർത്ഥങ്ങൾ വന്നാലും എങ്ങനെ വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി പ്രിയമുള്ളവരെ. നമ്മളറിയാത്ത ബാധ്യതകൾ ഒരുപാടെണ്ണം വരും. പക്ഷേ ഒരു 100 കണക്കിന് ബാധ്യതകൾ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഈ പലതും നമ്മളെ ബാധിക്കുന്നില്ല. ചിലപ്പോൾ തെറിവിളി കേൾക്കും, നിന്ന കേൾക്കും, ദുഷി കേൾക്കും, സാമ്പത്തിക പ്രയാസമുണ്ടാകും, രോഗങ്ങൾ വരും. നമ്മളൊക്കെ ചിലപ്പോൾ പറയത്തില്ലയോ, ഭയങ്കര തലവേദനയാണ്, നടുവേദനയാണ്, വയറ്റിൽ നിന്ന് ഭയങ്കര അസ്വസ്ഥതകൾ വരുന്നു. ഡോക്ടർമാരെല്ലാം കേൾക്കും. ചില ഡോക്ടർമാരുണ്ട് ഓരോന്നിനും മരുന്ന് എഴുതും. ചില ഡോക്ടർമാർ ചിലപ്പോൾ നമ്മളോട് പറയും, അതിന് കുഴപ്പമില്ല, മരുന്നൊന്നും കഴിക്കണ്ട, ഒരു എക്സസൈസൊക്കെ എടുക്കുക, ഒന്ന് നടന്ന് നോക്കുക. ചില മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്, അത്രയും മാത്രം മതി. പക്ഷേ ഈ മനുഷ്യൻ്റെ ഒരു പ്രശ്നം എന്തുവാണെന്നറിയാമോ? ഒരു നല്ല ഡോക്ടർ നമ്മളോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യുക, ഇന്ന മരുന്ന് മാത്രം കഴിച്ചാൽ മതി.
എന്നിട്ട് രാവിലെയും വൈകിട്ടൊക്കെ ഒന്ന് നടക്കുക. അതുകൊണ്ട് തീർന്നു. നമുക്കവനെ വിശ്വാസമില്ല, ഈ ഡോക്ടർക്ക് പോരാ, ഇത് മാറാൻ വേണ്ടി മറ്റാരെങ്കിലും കാണണം. ഉടനെ ഏതെങ്കിലും ഒരു ആൾ ദൈവത്തിൻ്റെ അടുക്ക് ചെല്ലും, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അടുക്ക് ചെല്ലും. അവനുടനെ പറയും, നല്ല ഒന്നാം തരം പൈസയും വാങ്ങിച്ചിട്ട് പറയും, ഒരു കാര്യം ചെയ്താൽ മതി, ഇവിടുന്ന് ഒന്ന് രാവിലെ ഇന്നടത്ത് വരെ പോയി ഒരു നേർച്ച പറ, അത് രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് ചെയ്യണം, 1 മാസം ചെയ്യണം. പാവം പിടിച്ച ഡോക്ടർ പറഞ്ഞ്, നീ കുറച്ച് നേരം നടക്ക്, രാവിലെയും വൈകിട്ടും ഒക്കെ നടക്കാൻ വയ്യ. അതിന് പകരം മറ്റുള്ളവർ പറയുന്ന, എന്നാൽ ഇന്നടത്ത് പോയി നേർച്ചയിട്, അത് സന്തോഷം. വെളുപ്പിന് എഴുന്നേറ്റ് നഗ്നപാതനായി നടന്നുപോയി നേർച്ചയിടും, തിരിച്ചു വരും. നേർച്ചയിടുന്നോ നല്ലതാണ്, അല്ലെങ്കിൽ നടക്കുന്നോ നല്ലതാണ്, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ അതിനോടൊക്കെയുള്ള നമ്മളുടെ ഒരു മനോഭാവം, നമ്മളുടെ ഒരു ചിന്താധാര, അത് എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതും അതിനേക്കാൾ ഉപരിയായിട്ട് ആവശ്യമാണ്. ഇവിടെ തന്നെ നമ്മൾ ചിന്തിച്ചോണം, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും അതിൽ നിന്നൊക്കെ യഹോവ അവനെ രക്ഷിക്കും, എൻ്റെ ദൈവം എനിക്ക് വിടുതൽ നൽകുമെന്ന് ചിന്തിക്കും. നമുക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തുചാട്ടം കൂടുതലല്ല. ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഭയങ്കര നിരാശയാണ്. നമ്മൾ ഇത്രയും ഓർത്താൽ മതി പ്രിയമുള്ളവർ. ഒരു വലിയ ട്രാഫിക് ജാമിൽ നമ്മൾ പെട്ട് കിടക്കുകയെന്ന് വെച്ചു. ഈ ട്രാഫിക് ജാമിൽ പെട്ട് കിടക്കുമ്പോൾ നമ്മൾ ഒരുപാട് വാഹനം റേസ് ചെയ്യാൻ നോക്കും, വല്ലാത്ത ഹോണടിക്കാൻ നോക്കും, മറ്റുള്ളവനെ തെറി പറയാൻ നോക്കും. നമുക്കങ്ങ് ഭയങ്കര ഇറിറ്റേഷനാണ്. എത്ര ഇറിറ്റേഷൻ കാണിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല. ആ ജാം ഒഴിയാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നീട് നല്ല വഴിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് പറക്കാനും പറ്റും. പ്രിയമുള്ളവരെ, ജാമിൽ പെട്ട് കിടക്കുന്ന വണ്ടിക്ക് പറന്നു പോകാൻ പറ്റത്തില്ല, ഇടവും വലവും പോകാൻ പറ്റത്തില്ല. ശാന്തതയോടെ സ്വസ്ഥതയോടുകൂടി ഇരിക്കുക. അതുപോലെ ജീവിതത്തിലെ ചില കെട്ടുകളിലൊക്കെ നമ്മൾ അകപ്പെട്ടു പോയി കഴിഞ്ഞാലും നീതിമാൻ്റെ മനോഭാവം എന്ന് പറയുന്നത് അത് അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കും, എൻ്റെ ദൈവം കാക്കും. ചില സമയത്ത് ശാന്തമായിട്ടൊക്കെ ഇരിക്കണം. നമ്മളൊക്കെ ഒത്തിരി ഓടി നടക്കുമല്ലയോ. ചില സമയത്ത് അല്പം വിശ്രമം ആവശ്യമാണ്. അവിടെ ശാന്തമായിട്ടിരിക്കണം. ദൈവത്തിൻ്റെ ശക്തിയുള്ള കൈകളുടെ കീഴിൽ ഒന്ന് താഴണം, പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. അപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ ഓർത്തോണം ഈ കടുങ്കെട്ടുകളൊക്കെ മാറാൻ, ചിലപ്പോൾ ഈ ജാം മാറാൻ 1 or 2 വാഹനം ഒന്ന് മാറിയാൽ മതി. ചിലപ്പോൾ ചില കെട്ടുകളൊക്കെ ഉണ്ട് കുടുങ്ങിക്കിടക്കുക. നമ്മൾ നൂലൊക്കെ നോക്കുമ്പോൾ ഒത്തിരി കുടുങ്ങിക്കിടക്കുക. ചിലപ്പോൾ അതിൽ 1 or 2 കെട്ടുകളൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ മൊത്തം അഴിഞ്ഞു പോരും. ആ അഴിക്കാനുള്ള ചെറിയ കെട്ട് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. ആ കണ്ടെത്താനുള്ള ഒരു വെളിച്ചം ആ ദൈവകൃപയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മൊത്തം കെട്ടപ്പെട്ട് കിടക്കുന്നു എന്ന് പരാതിപ്പെടേണ്ട, എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ ഭാരപ്പെടേണ്ട. എൻ്റെ അപ്പൂപ്പന് പ്രശ്നം, അമ്മൂമ്മയ്ക്ക് പ്രശ്നം, ഭാര്യയ്ക്ക് പ്രശ്നം, ഭർത്താവിന് പ്രശ്നം, പിള്ളേർക്ക് പ്രശ്നം, കൂട്ടുകാരന് പ്രശ്നം, ഇങ്ങനെ എല്ലാം ഓർത്ത്, അയ്യോ ഈ കഴിഞ്ഞ 1 മാസം കൊണ്ട് എനിക്ക് എന്താണെന്നറിയത്തില്ല, എല്ലാം പ്രശ്നം. ഏതെങ്കിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു വിട്ടാൽ മതി പ്രിയമുള്ളവരെ, അതങ്ങ് മാറിക്കോളും. അതുകൊണ്ട് ഓർത്തോണം, അസംഖ്യങ്ങളായ അനർത്ഥങ്ങൾ നമ്മളെ പിൻപറ്റിയാലും ദൈവം അതിൽ നിന്നൊക്കെ വിടുവിക്കും. അതായത് കെണി പൊട്ടിച്ച് പറന്നു പോകുന്ന ഒരു കിളിയെപ്പോലെ നമ്മൾ പറന്നു പോകും. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ഹൃദയപൂർവ്വം ചിന്തിച്ചോണം, പ്രാർത്ഥനയോട് ചിന്തിച്ചോണം. ഓരോരുത്തരുടെ ജീവിത അനുഭവങ്ങൾ നമുക്കൊരു വലിയ മാതൃകയാണ്. അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമുണ്ട്. എന്നെ തേടി വരുന്ന ദൈവമുണ്ട്. നമ്മൾ അനർത്ഥങ്ങളിൽ കൂടി പോകുമ്പോൾ കൂടെ നടക്കുന്ന ദൈവമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഥ, ഒരു ഭാവനാസമ്പന്നമായ ചിന്ത. ഒരു മനുഷ്യൻ, ക്ഷീണിതനായൊരു മനുഷ്യൻ ഒരു കടൽത്തീരത്തൂടെ നടക്കുക. അവൻ പുറയിലൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കാണുന്നു, അവന് നല്ല ക്ഷീണമൊക്കെ ഉണ്ട്, 2 കാലുകൾ മാത്രം അവൻ കാണുന്നു. അപ്പം അവൻ പറഞ്ഞു, ദൈവമേ നോക്കിക്കേ, 2 കാലുകൾ മാത്രമേ ഇപ്പം ഞാൻ കാണുന്നുള്ളല്ലോ, 2 നിഴലുകൾ മാത്രമേ കാണുന്നുള്ളല്ലോ, ഞാൻ വളരെ ഭാരപ്പെട്ടു പോകുകയാണല്ലോ. എവിടെയാ നീ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ഞാൻ ഒത്തിരി തളർന്നപ്പോൾ എൻ്റെ മുൻപിൽ 2 കാലുകളുടെ നിഴൽ മാത്രമേ കാണുന്നുള്ളല്ലോ, ഞാൻ എവിടെ പോയി? നീ എവിടെ പോയി? എന്നെ ഇട്ടിട്ട് പോയോ? ഉടനെ ദൈവം അവനോട് പറഞ്ഞ മറുപടിയുണ്ട്, മകനെ, ആദ്യഘട്ടത്തിൽ നീ നടന്നപ്പോൾ നിൻ്റെ 2 കാലും എൻ്റെ 2 കാലും നീ കണ്ടു. എന്നാൽ പിന്നീട് വന്നപ്പോൾ 2 കാലുകൾ മാത്രമേ നീ കാണുന്നുള്ളൂ. അത് നിൻ്റെ കാലല്ല, അതെൻ്റെ കാലാണ്. ഞാൻ നിന്നെ കൈകളിലെടുത്ത് നടത്തുകയാണ്. നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. അതേ പ്രിയമുള്ളവരെ, നമ്മൾ ഒത്തിരി ക്ഷീണിക്കുമ്പോൾ, ഒത്തിരി തളരുമ്പോൾ നമ്മൾ ഓർക്കും, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, മറ്റാരും കൂടില്ല, ആ ദൈവം പോലും ഇല്ലല്ലോ. പക്ഷേ ആ സമയത്ത് ഓർത്തോണം, നമ്മൾ വീണു, ബോധം കെട്ടു, ഇനി നടക്കാൻ പറ്റത്തില്ല, ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മളെ വഹിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളൊരു വലിയ ചിന്ത നമുക്കുണ്ടാകണം. വീണ്ടും പറയുന്നു, അവൻ്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. കർത്താവിൻ്റെ കഷ്ടാനുഭവവുമായി ബന്ധപ്പെട്ട് പിതാക്കന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ക്രൂശന്മേൽ കിടന്ന കർത്താവ് കള്ളന്മാരോടൊപ്പം കിടക്കുകയാണ്. അപ്പോൾ ക്രൂശന്മേൽ കിടക്കുന്നവരുടെ
കാലൊടിച്ചെടുക്കണമെന്ന് അവരുടെ നിയമമുണ്ട്. അപ്പോൾ 2 പടയാളികളുടെ അടുത്ത് വന്നപ്പോൾ അവർക്ക് ജീവനുണ്ട്. അവരുടെ 2 പേരുടെയും കാലൊടിച്ചെടുത്തു ക്രൂശിൽ നിന്നും. കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ ജീവനെ വെടിഞ്ഞു കണ്ടപ്പോൾ ഭരണാധികാരികൾ പറഞ്ഞു, ന്യായാധിപന്മാർ പറഞ്ഞു, അവൻ്റെ കാലൊടിക്കണ്ട, കാരണം അവൻ ജീവനെ വെടിഞ്ഞു, ഇനി അവനെ കുഴിച്ചിട്ടാൽ മതി, അതിനുള്ള തയ്യാറെടുപ്പ് മതി എന്നതുപോലെ ഓർത്തോണം. ആ പ്രവചനവാക്യത്തിൽ മറ്റൊരു വ്യാഖ്യാനമായിട്ട് പറയുന്നത് അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ളൊരു പ്രവചനവാക്യം പോലെ ക്രൂശന്മേൽ കർത്താവ് മരിച്ചെങ്കിലും അസ്ഥികൾ ഒടിച്ചില്ല. കാരണം അപ്പോഴത്തേക്ക് ജീവനെ വെടിച്ചു കഴിഞ്ഞു. ജീവനെ വെടിഞ്ഞാൽ അസ്ഥി ഒടിച്ചെടുക്കാനും പാടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അസ്ഥിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ശരീരത്തിനൊരു സ്ട്രക്ചർ തരുന്നതാണ്, ഒരു ഘടന തരുന്നത് അസ്ഥി. അപ്പോൾ എത്ര ഭാരം വന്നാലും എത്ര പ്രതിസന്ധി വന്നാലും പ്രിയമുള്ളവരെ, നമ്മളല്ലാതായി മാറരുത്. നമ്മൾക്ക് ജീവിതത്തിനൊരു ഘടനയുണ്ട്. എത്ര പ്രയാസങ്ങൾ വന്നാലും നമ്മളൊരു കുടുംബത്തിൽ ജനിച്ചവരാ, ഇന്ന് മാതാപിതാക്കളുടെ മക്കളാണ്, അതിനേക്കാൾ ഉപരി സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. അപ്പോൾ അതിന് ഒരു ചടവ് വരാൻ പാടില്ല, അതിനൊരു ഒടിവ് വരാൻ പാടില്ല. ഒരുപക്ഷെ ഭൗതികമായ മാംസങ്ങളൊക്കെ മുറിവേറ്റിരിക്കാം, ശരീരം മുറിവേറ്റിരിക്കാം, ചതവുകളേറ്റിരിക്കാം. അസ്ഥികൾ ഒടിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ധൈര്യത്തോടെ നിൽക്കേണ്ട, മനഃശക്തിയോടെ നിൽക്കേണ്ട എൻ്റെയും നിങ്ങളുടെയും ജീവിത അനുഭവം അതൊന്നുകൂടി ബലവത്തായി തീരണം, നിറവുള്ളതും കൃപയുള്ളതുമായി തീരണം, സമാധാനവും സന്തോഷവുമുള്ളതായി തീരണം. അവൻ്റെ അസ്ഥികൾ ഒന്നുപോലും ഒടിഞ്ഞു പോകുകയില്ല. യഹോവ അസ്ഥികളെല്ലാം സൂക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, അതൊരു പ്രതീക്ഷയും കൂടെ കേട്ടോ. നമ്മുടെ അസ്ഥികളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് സൃഷ്ടിയുടെ അസ്ഥി സൂക്ഷിക്കുകയാണോ ജോലിയെന്ന് ചിലപ്പോൾ ചോദിക്കും. അത്രമാത്രം ദൈവത്തിന് നമ്മളോട് താല്പര്യമുണ്ട്. ഒരു മുടി പോലും പൊഴിയുന്നത് അവൻ അറിയുന്നു, അവൻ നോക്കുന്നു. ഓർത്തുകൊള്ളണം, പിതാക്കന്മാരുടെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടണം, തിരുശേഷിപ്പിടങ്ങൾ സംരക്ഷിക്കപ്പെടണം, അത് പ്രാർത്ഥനാ കേന്ദ്രങ്ങളായി മാറ്റപ്പെടണമെന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ, എപ്പിസ്കോപ്പൽ സഭകൾ പറയുന്നതിൻ്റെ അർത്ഥം അതാ. അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല, അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കും. ഇന്നും സൂക്ഷിക്കപ്പെടുന്ന അസ്ഥികൾ ഒത്തിരിയുണ്ട്. നീതിമാന്മാരായ, വിശുദ്ധന്മാരായ, രക്തസാക്ഷികളായി ജീവിച്ച് ഒരു നല്ല ശവസംസ്കാരം പോലും ലഭിക്കാതെ കുഴിച്ചിടപ്പെട്ടവരുണ്ട്. വലിയ കുഴികളിൽ കൊണ്ട് നിക്ഷേപിക്കപ്പെട്ട അസ്ഥികളുണ്ട്. നികൃഷ്ടന്മാരെ പോലെ അടക്കപ്പെട്ടവരുണ്ട്. പിൽക്കാലത്ത് അവരുടെ അസ്ഥികൾ തേടിയെടുത്ത് അതിനെ സൂക്ഷിച്ചിട്ടുണ്ട്, അതിനെ തിരുശേഷിപ്പിടങ്ങളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അവയിലേക്ക് ആളുകൾ പ്രാർത്ഥനാപൂർവ്വം കടന്നു ചെല്ലുന്നുണ്ട്. ഓർത്തോണം, ആ നീതിമാന്മാർ യഥാർത്ഥത്തിൽ ദൈവതുല്യരോ ദൈവമോ അല്ല, പക്ഷെ ദൈവത്തിലേക്ക് നയിക്കുന്ന അനുഭവമാണ്. ഒരു തിരുശേഷിപ്പിടം കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം, അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല, അസ്ഥികളെല്ലാം ദൈവം സൂക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധന്മാരുടെയും നീതിമാന്മാരുടെയും നിർമ്മലന്മാരുടെയും അസ്ഥികളെ സൂക്ഷിക്കുന്ന ഒരു വലിയ ദൈവമുണ്ട്, അതിനെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, ദൈവിക ചൈതന്യം പകർന്നു കൊടുക്കുന്ന ദൈവമുണ്ട്. ആയതുപോലെ നമ്മളുടെ അസ്ഥികളെ അവൻ സൂക്ഷിക്കും. അസ്ഥികളുടെ കാവൽക്കാരനായി അവൻ മാറ്റപ്പെടുകയാണ്. ഓർത്തോണം, ആ വാചകം പ്രത്യേകിച്ച് ഓർത്തോണം. ദ ഗാഡ് ഓഫ് അവർ സ്കെൽറ്റൺസ്, അവർ ബോൺസ്, അതായത് ദൈവമായി മാറ്റപ്പെടുന്ന ഒരു പുതിയൊരു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. അതുപോലെ നമ്മളും അനേകരുടെ അസ്ഥികളെ സൂക്ഷിക്കുന്നവരും അസ്ഥികൾ ഒടിക്കാത്തവരുമായി മാറ്റപ്പെടണം. ഒരുത്തൻ്റെ അഭിമാനം, ഒരുത്തൻ്റെ മാനം, ഒരുത്തൻ്റെ കുടുംബം, ഒരുത്തൻ്റെ സന്തുഷ്ടി, ഇതാകുന്ന അസ്ഥികളെ ഒടിക്കാത്തവരായി നമ്മൾ മാറ്റപ്പെടണം. ഒരുത്തൻ്റെ സമാധാന ജീവിതത്തെ സംരക്ഷിക്കുന്ന അസ്ഥികളാകുന്ന സന്തോഷത്തെ അല്ലെങ്കിൽ പാരമ്പര്യത്തെ, കുടുംബ ബന്ധങ്ങളെ സംരക്ഷിക്കുന്ന സംരക്ഷകരായിട്ടും നമ്മൾ മാറ്റപ്പെടണം. അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ്. നമ്മൾ മറ്റുള്ളവരുടെ മാനം കാത്താൽ, മറ്റുള്ളവർക്ക് നമ്മൾ വില കൊടുത്താൽ, മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ സ്പർശിച്ചാൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷമുണ്ടാകത്തില്ല, ശാപമുണ്ടാകത്തില്ല. നീ അരുതാത്ത രീതിയിൽ മറ്റുള്ളവൻ്റെ അസ്ഥിയെ തല്ലി ഒടിച്ചാൽ, ഗുണ്ടയും അല്ലെങ്കിൽ കലഹക്കാരനുമായിട്ട് മാറ്റപ്പെട്ടാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവനെ കളഞ്ഞാൽ, മറ്റുള്ളവരുടെ കുടുംബത്തിൻ്റെ ഘടനയെ ഇല്ലായ്മ ചെയ്താൽ ദൈവം നിൻ്റെ കുടുംബത്തെയും വെറുതെ വിടത്തില്ല. അതെല്ലാം കാണേണ്ടി വരും, അതെല്ലാം കേൾക്കേണ്ടി വരും. അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അറിയും. ഇന്ന് പലരും പറയാറുണ്ട്, ഓരോ കുഞ്ഞുങ്ങളും വഴിതെറ്റി പോകുമ്പോൾ, ഓരോരുത്തരാൽ നശിപ്പിക്കപ്പെടുമ്പോൾ ഒന്ന് ചിന്തിക്കാനുള്ള അവസരമാണ്.
നമ്മൾ ആരെയൊക്കെ നശിപ്പിച്ചു, ആരെയൊക്കെ ഇല്ലായ്മയാക്കി, അതിൻ്റെയൊക്കെ കുറച്ചൊക്കെ നമ്മളൊന്ന് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയത്തോടു കൂടിയായിരിക്കണം ഒരാളെ സ്പർശിക്കുന്നത്, ഒരാളെ നോക്കുന്നത്, ഒരാളെ കരുതുന്നത്. വളരെ ഭക്തിയോടെ ആയിരിക്കണം. അങ്ങനെയായാൽ നമ്മുടെ തലമുറയെ ഒരുത്തനും വ്യർത്ഥമായി സമീപിക്കത്തില്ല, നമ്മളെ വ്യർത്ഥമായി സമീപിക്കത്തില്ല. വീണ്ടും ഇവിടെ പറയുന്നു, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ വെറുക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടെടുക്കുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. അനർത്ഥം എങ്ങനെയാണ് ദുഷ്ടനെ കൊല്ലുന്നത്? നമ്മളൊന്നീ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ഉപകരണം ഉണ്ടാകണം. ഇവിടെ പറയുന്നത് ഈ അനർത്ഥമെന്നുള്ളതിനെ അതിനൊരു പേഴ്സോണിഫിക്കേഷൻ, ഒരു വ്യക്തിരൂപം നൽകുകയാണ്. അനർത്ഥമെന്നുള്ളതിനെ ഒരായുധത്തിന് തുല്യമായിട്ട് നൽകുകയാണ്. അതേ പ്രിയമുള്ളവരെ, ദുഷ്ടനെ കൊല്ലാൻ പിന്തുടരുന്ന ചില അനർത്ഥങ്ങളുണ്ട്, അറിയാതെ പിന്തുടരുന്ന ചില അനുഭവങ്ങളുണ്ട്. പുറകെ നടക്കുക കേട്ടോ. മരണത്തിൻ്റെ ദൂതനിങ്ങനെ പുറകെ നടക്കുന്നുണ്ട്. മരണത്തിൻ്റെ ദൂതൻ ഏത് രീതിയിൽ ഇടപെടുന്നതെന്ന് അറിയത്തില്ല. മുടിച്ച് മുണ്ടക്കോല് വെപ്പിക്കാൻ തക്കോണം വരും. ചില സമയത്തൊക്കെ നമ്മൾ ചിന്തിച്ചോണം, മനസ്സിലൊരിക്കലും തോന്നാത്ത ചിന്തകളാണ് വരുന്നത്. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകണം, വണ്ടി ഓടിക്കുമ്പോൾ അതിവേഗത്തിൽ ഓടിക്കണം, അല്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെ ഇല്ലായ്മ ചെയ്യണം, അശുദ്ധിയോടെ പിന്നാലെ പോകണം. എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്. വേണ്ടാത്ത സ്ഥാനത്ത് പോയി മരണം ഇരന്നു വാങ്ങിയിട്ടുണ്ട്. പ്രതികാരത്തിൻ്റെ പിന്നാലെ പോയി മരണം ഇരന്നു വാങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരാൽ അനർഹമായ രീതിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. അനർത്ഥം ദുഷ്ടനെ കൊല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ദുഷ്ടതയിൽ നിന്ന് നീതിയിലേക്ക് തിരിയണം. അനർത്ഥത്തെയൊക്കെ അർത്ഥമായി ദൈവകൃപയോടെ മാറ്റിവിടാൻ തക്കവണ്ണം സാധിക്കണം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന വാചകമാണ്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. അനർത്ഥം ഭവിക്കാതിരിക്കുമ്പോഴാണ് ഇവിടെ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദുഷ്ടനെ കൊല്ലാൻ നീതിമാനൊന്നും വേണ്ട. അവൻ ചെയ്തു വെച്ചിട്ടുള്ള, രൂപപ്പെടുത്തിയിട്ടുള്ള, അവൻ പങ്കുവെച്ചിട്ടുള്ള അനർത്ഥ സാക്ഷ്യങ്ങൾ അവൻ്റെ പിന്നാലെയുണ്ട്. ദുഷ്ടനെ കൊല്ലുന്ന അനർത്ഥം എന്ന് പറയുന്നത് അവനവൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികളാണ്, അവനവൻ്റെ സംസാരമാണ്, അവനവൻ്റെ ശൈലികളാണ്, അവനവൻ്റെ തെറ്റായ ജീവിത സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് ഭയത്തോടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ ദൈവമേ, ഞാനൊരു ദുഷ്ടനാകാതെ, അനർത്ഥം എന്നെ നശിപ്പിക്കാതെ നീ എന്നെ സഹായിക്കണം. നിൻ്റെ കരുതലിൻ്റെ ഒരു വലിയ നടത്തിപ്പ് എൻ്റെ പിന്നാലെ ഉണ്ടാകണം. പരപരമേശ വരമരുളീശ, നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മാധുരമത്രേ. കാർമേഘത്തിനുള്ളിലെ ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലെ ഞാൻ മിന്നും സൂര്യശോഭ കാണും. പരപരമേശ വരമരുളീശ, നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ, നീയത്രേ എൻ രക്ഷാസ്ഥാനം. ദുഷ്ടനെ കൊല്ലുവാൻ പിന്തുടരുന്ന ചില അനർത്ഥങ്ങൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുറകെ നടക്കുന്ന അനർത്ഥങ്ങൾ ഒത്തിരിയുണ്ട്. ഈ അനർത്ഥങ്ങളിൽ നിന്ന് ദുഷ്ടനെ രക്ഷപ്പെടുത്തുവാനും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അറിവില്ലായ്മ കൊണ്ട് ദുഷ്ടന്മാരായി പോയവരുണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് ദുഷ്ടരായവരുണ്ട്, രൂപാന്തരത്തെപ്പറ്റി ഉപദേശിക്കുവാൻ ആരുമില്ലാത്തതിനാൽ ദുഷ്ടരായി പോയവരുണ്ട്, പൂർവികന്മാരുടെ ദുഷ്ടത കണ്ട് ദുഷ്ടരായി പോയവരുണ്ട്. അവരെയൊക്കെ ഒന്ന് വിളിച്ചു മാറ്റാൻ ദൈവമേ ഞങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മനുഷ്യനും തൻ്റെ ദുഷ്ടതയിൽ നഷ്ടപ്പെട്ടു പോകരുത്. യെഹെസ്കേൽ പ്രവാചകൻ പറയുന്ന വാചകം അതാ, ഞാൻ നിന്നോട് പറയുകയാണ്, ഞാൻ ദുഷ്ടനെ നശിപ്പിക്കാൻ പോകുന്നു. നീ ആ ദുഷ്ടനോട് പറയണം. എന്നാൽ പറയാതിരുന്നാൽ എന്നാലും അവൻ തൻ്റെ ദുഷ്ടതയിൽ നഷ്ടപ്പെട്ടു പോകും. കാരണം അവൻ അറിഞ്ഞിട്ടില്ല, അവൻ മരിച്ചു പോകും, ഇല്ലായ്മയായി പോകും. പക്ഷെ അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. അതുകൊണ്ട് അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ ദുഷ്ടനെ കൊല്ലുന്ന അനർത്ഥങ്ങളെ നോക്കിയിരിക്കുക എന്നുള്ളതല്ല, അവനെ മരണത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല,
അവനും രക്ഷപ്പെടണം. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാ പ്രിയമുള്ളവരെ. ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈശ്വര സ്നേഹം അതിന് വിട്ടുകൊടുക്കുന്നില്ല. അതുകൊണ്ട് തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടെടുക്കുന്ന, ശരണമാക്കുന്നവരെ ശിക്ഷിക്കാതിരിക്കുന്ന ദൈവസന്നിധിയിലേക്ക് അവനെയും തിരികെ കൊണ്ടുവരണം. അതായത് യഹോവയുടെ നീതിമാന്മാരുടെ തലത്തിലേക്ക്, യഹോവയുടെ ദാസന്മാരുടെ തലത്തിലേക്ക്, അവനെ ശരണമാക്കുന്നവരുടെ തലത്തിലേക്ക് ദുഷ്ടൻ പോലും എത്തിച്ചേരണം. അതുകൊണ്ടാണ് ഓറിഗൺ എന്ന് പറയുന്ന സന്യാസ പിതാവ്, സഭാപിതാവ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ സാത്താൻ പോലും രക്ഷിക്കപ്പെടുമെന്ന് അബദ്ധവശാലാണേലും പറഞ്ഞുപോയി. കാരണം സാത്താൻ പോലും മാറി നിൽക്കുന്നത്, തിന്മപ്പെട്ടവൻ മാറി നിൽക്കുന്നത് ക്രിസ്തുവെന്ന യോഗ്യതയിൽ എല്ലാവരും എത്തുന്നതിന് തടസ്സമാണല്ലോ. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുന്നതിന് എതിർപ്പായി തീരുമല്ലോ എന്നങ്ങ് ചിന്തിച്ചു പോയി. കാരണം അത്രമാത്രം ദൈവസ്നേഹത്തെക്കുറിച്ച് ഓറിഗൺ പിതാവ് പറഞ്ഞു പോയി. സാത്താൻ പോലും രക്ഷിക്കപ്പെടണമെന്ന് ഓറിഗൺ പിതാവ് ആഗ്രഹിച്ചെങ്കിൽ നമുക്കങ്ങനെ ചിന്തിക്കാൻ അറിഞ്ഞുകൂടാ. ന്യായത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഓർത്തോണം, ദൈവമേ, ഒരിക്കലും ഒരുത്തനും ദുഷ്ടനാകരുതേ, ഞാനും നിങ്ങളും ദുഷ്ടരാകരുതേ, ദുഷ്ടൻ്റെ നാശത്തിന് നമ്മൾ സാക്ഷികളാകരുതേ. എല്ലാവരുടെയും നന്മ കാണാൻ ദൈവം ഇടയാക്കട്ടെ. തൻ്റെ വലങ്കരം നീട്ടി സദാകാലവും ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.